മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്താണ് ഇത്ര പേരുള്ളോ നിങ്ങള്? ജോയിൻ ചെയ്ത് വന്നേ ഉള്ളോ? ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നില്ലേ? കുറച്ച് ദിവസങ്ങളായില്ലേ നമ്മള് കണ്ടിട്ട്? ഓർക്കുന്നുണ്ടോ? മിസ്സിനെ അന്വേഷിച്ചായിരുന്നോ? ഷെറിൻ, കുട്ടികള് ജോയിൻ ചെയ്തോണ്ടിരിക്കണേ ഉള്ളൂ. കുറച്ച് ദിവസങ്ങളായില്ലേ നമ്മൾ കണ്ടിട്ട്? മിസ്സിന് കാണാതിരുന്നപ്പോ അന്വേഷിച്ചോന്നാ ഞാൻ ചോദിച്ചത്. ഓർക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. ഓർക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എവിടേക്കാണ് എടുത്തതെന്നൊക്കെ ഓർക്കണ്ടോ? നമ്മളെ 5ാമത്തെ ചാപ്റ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. എംപ്ലോയി ബെനിഫിറ്റ്സ് ആൻഡ് എംപ്ലോയി റിലേഷൻ. ഇതിന്റെ ഫസ്റ്റ് സെക്ഷൻ നമ്മൾ തുടങ്ങി. കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു വെച്ചായിരുന്നു. മിസ് അതിന്റെ ഇടയ്ക്ക് ഒരാഴ്ചയോളം ലീവായിരുന്നു. ഒരാഴ്ച എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓക്കെ ശരിയാണ്, ഒരാഴ്ചയോളം മിസ് ലീവായിരുന്നു. അതായത് വേറെ ഒന്നുമല്ല, മിസ് ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. ഇച്ചിരി പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. പറഞ്ഞിട്ടുണ്ടാവുമായിരിക്കും അല്ലെ? മിസ്സുമാര് മാറി കയറിയപ്പോ പറഞ്ഞിട്ടുണ്ടാവുമായിരിക്കും മിസ് ലീവാണെന്നുള്ള കാര്യം. പറഞ്ഞായിരുന്നോ? ചോദിച്ചോ നിങ്ങള്? അതാദ്യം ചോദിക്കട്ടെ. എന്താണ് രമ്യ മിസ്സിനെ കാണാത്തെ എന്ന് ചോദിച്ചായിരുന്നോ? സോളി മിസ്സും നിഷ മിസ്സൊക്കെ ആയിരുന്നു അല്ലെ എപ്പോഴും കയറിക്കൊണ്ടിരുന്നത് മിസ്സിന്റെ അവർ? ഇവിടെ ഇല്ലേ ആരും? എന്താണ് ഷെറിൻ? ഇത്രയും കുട്ടികളാണോ നിങ്ങൾ ഉണ്ടാവാറുള്ളൂ? ഒത്തിരി പിള്ളേര് കുറവാണല്ലോ. ചോദിച്ചു. ഓക്കെ, ഐ ആം ഹിയർ. ഞാനിവിടെ ഉണ്ട്. ഓക്കെ ഓക്കെ, ഇവിടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് ഉണ്ട്. ഓക്കെ, എന്തായാലും നമുക്ക് പോർഷൻസിലേക്ക് വരാം. മിസ് എവിടെയാ പഠിപ്പിച്ച് നിർത്തിയെന്ന് ഓർക്കണ്ടായിരുന്നോ? എവിടെയാ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നേ? എംപ്ലോയി ബെനിഫിറ്റ്സിന്റെ എവിടം വരെയാ? കുറച്ച് ബെനിഫിറ്റ്സ് ഒക്കെ നമ്മൾ പറഞ്ഞായിരുന്നു അല്ലെ? വലിയൊരു ടൈപ്സ് ഓഫ് ഫ്രിഞ്ച് ബെനിഫിറ്റ്സ്. അതിനകത്ത് പേയ്മെന്റ് ഫോർ ടൈം നോട്ട് വർക്ക്ഡ്, അത് കംപ്ലീറ്റ് ചെയ്തു. പിന്നെ രണ്ടാമത്തെ എംപ്ലോയി സെക്യൂരിറ്റി കഴിഞ്ഞു. പിന്നെ അത് സേഫ്റ്റി ആൻഡ് ഹെൽത്ത് പ്രൊവിഷൻ. നാലാമത്തെ വെൽഫെയർ ആൻഡ് റിക്രിയേഷണൽ ഫെസിലിറ്റി. അതല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്? എവിടം വരെ എത്തിയതെന്ന് പറയോ നിങ്ങള്? നോക്കട്ടെ, അറിയാമോ നോക്കട്ടെ. എവിടെ വരെയാ നമ്മൾ പഠിച്ചു നിർത്തിയിട്ട്? എംപ്ലോയി കൗൺസിലിംഗ് വരെയല്ലേ നമ്മൾ പറഞ്ഞത്? ആണോ? അമൃതക്കുട്ടി ഇതേ ജോയിൻ ചെയ്തിട്ടുണ്ട്. ആണോ അമൃതക്കുട്ടി? നമ്മൾ കഴിഞ്ഞ ക്ലാസ് എന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസങ്ങളായി മിസ് നിങ്ങളുടെ ക്ലാസ്സിലേക്ക് വന്നിട്ട്. നിങ്ങൾ പറ, എവിടെ വരെ എത്തി? എന്നിട്ട് വേണം എനിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ. വെൽഫെയർ ആൻഡ് റിക്രിയേഷണൽ ഫെസിലിറ്റി അല്ലേ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നേ? ആണോ? എവിടെ വരെ പറഞ്ഞു നമ്മള്? എല്ലാ ദിവസവും കേറുന്നതല്ലേ ഷെറിൻ? അമൃതയ്ക്ക് എല്ലാ ദിവസവും കേറുന്നതല്ലേ? നമ്മള് ലാസ്റ്റ് ക്ലാസ്സിൽ എവിടെ വരെയാ പറഞ്ഞു നിർത്തിയത്? ഓർക്കുന്നില്ലേ? വെൽഫെയർ ആൻഡ് റിക്രിയേഷണൽ ഫെസിലിറ്റിയില് ഹൗസിംഗ് ഫെസിലിറ്റിയുടെ പറഞ്ഞു, ക്യാൻറ്റീൻ ഫെസിലിറ്റി, എഡ്യൂക്കേഷണൽ ഫെസിലിറ്റി, കൺസ്യൂമർ സൊസൈറ്റീസ്, ക്രെഡിറ്റ് സൊസൈറ്റീസ്, എംപ്ലോയി കൗൺസിലിംഗ്. അവിടെ വരെയല്ലേ നമ്മൾ പറഞ്ഞത്? ആണോ? നിങ്ങളൊന്ന് മെസ്സേജ് ചെയ്തേ ഒന്ന്. നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സിൽ എവിടെ വരെ പറഞ്ഞു നിർത്തി? എങ്കിലാണ് എനിക്ക് അതിന്റെ കണ്ടിന്യൂഷൻ എടുക്കാൻ പറ്റുള്ളൂ. അല്ലേ? ഞാനിവിടെ വരെയാണ് നോട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. എംപ്ലോയി കൗൺസിലിംഗ് വരെ നമ്മൾ ക്ലാസ്സിൽ എടുത്തതല്ലേ? അതെ. ഓ എന്റെ ദൈവമേ, എത്ര നേരമായി ഞാൻ ചോദിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇപ്പോഴും ടാബ്ലറ്റ് കഴിച്ചുകൊണ്ടാണ് ഇരിക്കുന്നേ. മിസ്സിന് ചെറിയൊരു പനി ഉണ്ടായിരുന്നു. പനിയായിരുന്നു. അപ്പൊ അതിന്റെ ഒരു ടാബ്ലറ്റ് കഴിച്ചതാണ് പിള്ളേരെ. അപ്പൊ അത് പെട്ടെന്ന് അലർജിറ്റിക് ആയി, ഇത്തിരി ക്രിട്ടിക്കലായി പോയി. നേരെ ബ്ലഡിലേക്ക് കയറി. ബ്ലഡിൽ ഓക്സിജന്റെ ലെവൽ ഫുള്ള് കുറഞ്ഞു, BP കുറഞ്ഞു. മിസ് 2 ദിവസം ICUയിലായിരുന്നു. എന്നിട്ട് പിന്നെ എന്താ പറയാ, മൊത്തത്തില് വീക്കായി പോയായിരുന്നു. ഒരു 5 മിനിറ്റ് കൂടി വൈകിയായിരുന്നെങ്കിൽ എന്താ പറയാ, അവസാനം ആ കാർഡിയാക് അറസ്റ്റ് ആ ഒരു സ്റ്റേജിലേക്ക് വരെ എത്തി. അത്രയും ക്രിട്ടിക്കലായി പോയായിരുന്നു. ബ്ലഡിലേക്ക് പെട്ടെന്ന് പാസ് ചെയ്തിട്ടേ. അല്ലെങ്കിൽ മിസ് ലീവ് എടുക്കണമൊന്നുമല്ല. മന്ത്ലി നമുക്ക് ഒരു ലീവേ ഉള്ളൂ. ആ ഒരു ലീവ് കൊണ്ട് മിസ് എല്ലാ കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നേ. അങ്ങനെയായിരുന്നു. ഇപ്പൊ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ലീവ് എടുക്കേണ്ടി വന്നത്. എന്ത് ചെയ്യാനോ? നമ്മുടെ ഹെൽത്ത് ശരിയല്ലെങ്കിൽ നമുക്കൊന്നും പറ്റില്ലല്ലോ.
അപ്പൊ കഴിഞ്ഞ മൺഡേ ഹോസ്പിറ്റലിൽ പോയി ഒരാഴ്ച മരുന്ന് കഴിച്ചിട്ട് ചെല്ലാനാ പറഞ്ഞു, ഒന്നുകൂടി ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു ഡോക്ടർ. അപ്പൊ അങ്ങനെ അതുകൊണ്ടാണ് കഴിഞ്ഞ തിങ്കളാഴ്ച മിസ് ലീവായിരുന്നു, ഹോസ്പിറ്റലിൽ പോയേക്കായിരുന്നു. ഓക്കെ ആയി വരുന്നു. എങ്കിലും 5 ദിവസം കൂടി അലർജിയുടെ ഒരു ടാബ്ലറ്റ് കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഞാൻ നിങ്ങളോട് വെറുതെ പറഞ്ഞതാട്ടോ. ബാക്കി എല്ലാ ക്ലാസ്സിലും കയറിയപ്പോ എന്റെ കുട്ടികൾ ചോദിച്ചു, അയ്യോ മിസ്സിനെ കണ്ടില്ലല്ലോ, അവര് പറഞ്ഞു ഹോസ്പിറ്റലാണ്, എങ്ങനെയുണ്ട് മിസ്, മാറിയോ, ഓക്കെ ആയോ എന്നൊക്കെ. ഈ ക്ലാസ്സിൽ മാത്രം ആരും മെസ്സേജ് ചെയ്യണല്ലോ. എന്താ പറയാ, എന്നോടൊരു സ്നേഹിതയെ എന്നെ അന്വേഷിച്ചോ കാണാതിരുന്നപ്പോ? അന്വേഷിച്ചോ? ശരി. എന്നൊക്കെ പറയേണ്ടത് സുൽപ്പത്താണ് ഇവിടെ ഇട്ടേക്കുന്നത് കേട്ടെ. സ്നേഹം ഉണ്ടെന്ന് കണ്ടോ? സ്നേഹം ഉണ്ടെങ്കിൽ ആദ്യം തന്നെ ഞാൻ കയറുമ്പോ എന്താ ചോദിക്കാന്ന് അറിയോ? മിസ്സേ എങ്ങനെയുണ്ട്, ഓക്കെ ആയോ, ഹെൽത്ത് ഓക്കെ ആയോ എന്നല്ലേ ചോദിക്കാം. ഞാൻ ചോദിച്ചിട്ട് വരെ ആരും എനിക്കൊരു റിപ്ലൈ തന്നില്ല. ഓക്കെ, എന്തായാലും നമുക്ക് പോർഷൻസിലേക്ക് കിടക്കാം. നമ്മള് അവിടെ വെൽഫെയർ ആൻഡ് റിക്രിയേഷണൽ ഫെസിലിറ്റിയില് എത്ര പോയിന്റ്സ് പറഞ്ഞു? എഫ് വരെയല്ലേ നമ്മൾ പറഞ്ഞത്? ജി മുതൽ നോക്കാം നമുക്ക്. ഓക്കെ അല്ലേ? നിങ്ങളും അങ്ങനെയല്ലേ പറയണ്ടേ? അവിടെ വരെയല്ലേ, അവിടെ തുടങ്ങിയല്ലേ നമുക്ക് എടുക്കണ്ടേ? ഓക്കെ അല്ലേ? ജി ഓക്കെ, യെസ്. ഷെറിന്റെ ഒരു തമ്പ് ഇവിടെ തന്നിട്ടുണ്ട്, അതുകൊണ്ട് ഞാനത് അവിടെ മുതൽ പോകുകയാണ് കേട്ടോ. അടുത്തത് നോക്കിയാണ് ലീഗൽ അസിസ്റ്റൻസ്. ലീഗൽ അസിസ്റ്റൻസ് അപ്പൊ നമ്മൾ പറഞ്ഞത് വെൽഫെയർ ആൻഡ് റിക്രിയേഷണൽ ഫെസിലിറ്റികളാണ് ഈ പറയുന്നത് കേട്ടോ. കമ്പനി എന്താ ഹൗസിംഗ് ഫെസിലിറ്റി കൊടുക്കുന്നുണ്ട്, ക്യാൻറ്റീൻ ഫെസിലിറ്റി കൊടുക്കുന്നുണ്ട്, കുട്ടികൾക്കുള്ള എഡ്യൂക്കേഷണൽ ഫെസിലിറ്റി കൊടുക്കുന്നുണ്ട്, കൺസ്യൂമർ സൊസൈറ്റികൾ കൊടുക്കുന്നുണ്ട്, പിന്നെ ക്രെഡിറ്റ് സൊസൈറ്റി ക്യാഷ് കുറഞ്ഞ പലിശയ്ക്ക് കമ്പനിയുടേതായിട്ട് തന്നെ ലോണും കാര്യങ്ങളും അതിൻ്റെതായ സൊസൈറ്റികൾ അങ്ങനെയുള്ളതുണ്ട്. പിന്നെ അടുത്തത് എംപ്ലോയി കൗൺസിലിംഗും കൊടുക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് നോക്കിയേ, ലീഗൽ അസിസ്റ്റൻസ്. ഒരു നിയമപരമായിട്ടുള്ള ഒരു സഹായം കമ്പനി കൊടുക്കേണ്ടത്. ഓർഗനൈസേഷൻ പ്രൊവൈഡ് ലീഗൽ അസിസ്റ്റൻസ് ടു എംപ്ലോയി ത്രൂ ലോയേഴ്സ്. എന്താ കൊടുക്കുന്നത്? ലോയറിന്റെ ഒരു സേവനം കമ്പനി കൊടുക്കുന്നുണ്ട്. എംപ്ലോയിഡ് ബൈ ദ ഓർഗനൈസേഷൻ ബൈ ഹയറിംഗ് ദ സർവീസ് ഓഫ് എക്സ്റ്റേണൽ ലോയേഴ്സ്. ഇപ്പൊ എന്ന് പറയുന്ന കമ്പനിയുടെ ഉള്ളിലുള്ളവർക്ക് നിയമപരമായിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ നമ്മൾ പുറത്തൊരു അഡ്വക്കേറ്റിനെ പോയി കാണണ്ട. അപ്പൊ അത് നമ്മുടെ കമ്പനിയുടെ ഇല്ലേ, മിക്ക കമ്പനികൾക്കും ഇല്ലേ, അവർക്കിടയിലാണെങ്കിൽ ഒരു ലോയർ ഇല്ലേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? കഴിഞ്ഞതാണോ? അപ്പൊ എവിടെ വരെ നമ്മൾ പറഞ്ഞത് എടുത്ത് നിർത്തിയത്? എംപ്ലോയി പ്രോവിഡന്റ് ഫണ്ട് ആണോ നമുക്കിനി തുടങ്ങണ്ടേ അമൃതകുട്ടി? ബി പോർഷൻ എംപ്ലോയി പ്രോവിഡന്റ് ഫണ്ട് നമ്മൾ കഴിഞ്ഞോ? പല ക്ലാസ്സുകളിൽ എടുക്കുന്നതുകൊണ്ടേ കഴിഞ്ഞു. ഇനി അപ്പൊ ഡെപ്പോസിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് ആണോ നമുക്ക് എടുക്കേണ്ടത്? അതെ. ബാക്കിയുള്ളവര് ഷെറിനൊക്കെ ഒന്ന് നോക്കിയേ, സുൽഫത്തൊക്കെ ഒന്ന് നോക്കിയേ. നിങ്ങൾ അവിടെ നോട്ട് ചെയ്ത് നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ. എന്തായാലും പല ക്ലാസ്സിൽ കയറുന്നതുകൊണ്ടേ ഞാനിവിടെ ഡേറ്റ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ ഈ ബാച്ചിൽ തന്നെയാണോ എന്ന്. അതാണ് ഞാൻ ഒന്നിപ്പോ പിന്നെ കുറെ ദിവസങ്ങളും ആയല്ലോ ക്ലാസ്സിൽ കയറിയിട്ടേ, അതാണ് ഞാനൊന്ന് കൺഫേം ചെയ്തത്. എന്നാ അവിടെ മുതൽ എടുക്കട്ടെ ഇപ്പൊ ഡെപ്പോസിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് തുടങ്ങി. ഓക്കെ, അപ്പൊ നമ്മൾ അതൊക്കെ കഴിഞ്ഞു. മിസ്സെലേനിയസ്, ഓൾഡ് ഏജ് റിട്ടയർമെന്റ് ബെനിഫിറ്റ്, പിന്നെ അടുത്തതാണ് EPF, എംപ്ലോയി പ്രോവിഡന്റ് ഫണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കിയേ ബി. അതിന്റെ ബി പോർഷൻ ഒന്ന് ഷെയർ ചെയ്യട്ടെ കേട്ടോ, പേജ് എടുക്കട്ടെ. ഡെപ്പോസിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ്. The employee deposit linked insurance scheme 1976. ആ ഡേറ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേ.
1976 ആണ്. പ്രൊവൈഡ് ദ ഫോളോയിങ് ബെനിഫിറ്റ്സ്. അപ്പൊ അവര് ഈ താഴെ പറയുന്ന ബെനിഫിറ്റ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഏത്? ഡെപ്പോസിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് എന്നുള്ളത്. അത് എന്തൊക്കെ കാര്യങ്ങൾ അവിടെ പറയണേന്നൊക്കെ. ഓൺ ദ ഡെത്ത് ഓഫ് ആൻ എംപ്ലോയി ഡ്യൂറിംഗ് ദ സർവീസ്. ഒരു സർവീസിൽ ഇരിക്കുന്ന എംപ്ലോയി മരണപ്പെടുകയാണെങ്കിൽ അത് ഏതൊരു മെമ്പർ ആയിട്ട്, ഹു ഈസ് ദ മെമ്പർ ഓഫ് EPF. EPF എന്താ? എംപ്ലോയി പ്രൊവിഡന്റ് ഫണ്ട്. എംപ്ലോയി പ്രൊവിഡന്റ് ഫണ്ടില് അതിന് മെമ്പർ ആയിരിക്കുന്ന ഒരു എംപ്ലോയി മരണപ്പെടുകയാണെങ്കിൽ, എപ്പോഴാ? ഡ്യൂറിംഗ് ദ സർവീസ്, സർവീസിലിരിക്കെ അയാൾ മരണപ്പെടുകയാണെങ്കിൽ, and other person eligible to receive the PF accumulation will be paid an extra amount equal to the average balance in the PF account of deceased during the preceding 3 years. ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? അപ്പൊ അതായത് ഈ ഒരു എംപ്ലോയി പ്രോവിഡന്റ് ഫണ്ടില് അതിന് മെമ്പർ ആയിരിക്കുന്ന എംപ്ലോയി സർവീസിൽ ഇരിക്കെ മരണപ്പെട്ടാൽ അവർക്കിടെ മുമ്പുള്ള വർഷങ്ങളിൽ നോക്കും. മുമ്പുള്ള 3 വർഷം, അപ്പൊ അവര് മരണപ്പെടുന്നതിന് മുന്നുള്ള 3 വർഷങ്ങളില് ആ PF-ല് എത്ര എമൗണ്ട് ഉണ്ടെന്ന് നോക്കും. ആ PF എമൗണ്ടിന്റെ ആവറേജ് ഇപ്പൊ എത്രയുണ്ട് ആ PF-ലെ എമൗണ്ട്, ആ PF-ലുള്ള എമൗണ്ടിന്റെ ആവറേജ് ഈ PF കൊടുക്കൂലേ അതിന്റെ ഒപ്പം തന്നെ എക്സ്ട്രാ ആയിട്ട് കൊടുക്കും. എക്സ്ട്രാ എമൗണ്ട് കൊടുക്കും. മനസ്സിലായോ? അപ്പൊ ഒന്നുകൂടി നോക്കിയ സെന്റൻസ്, PF accumulation will be paid an extra amount equal to average balance in the PF account of the deceased during the preceding 3 years. അതായത് 3 വർഷം. അതായത് ഈ എംപ്ലോയി പ്രൊവിഡന്റ് ഫണ്ടില് അതിന്റെ മെമ്പർ ആയിരിക്കുന്ന ഒരു എംപ്ലോയി സർവീസിലിരിക്കെ മരണപ്പെടുകയാണെങ്കിൽ അയാൾക്കിടെ 3 വർഷത്തിലുള്ള PF-ല് എത്ര എമൗണ്ട് ഉണ്ടെന്ന് നോക്കും. ആ PF-ലുള്ള എമൗണ്ട് ഇല്ലേ അതിന്റെ ഒരു ആവറേജ് എന്ത് ചെയ്യും? എക്സ്ട്രാ ആയിട്ട് അവർക്ക് കൊടുക്കും. PF കൊടുക്കൂലേ അതിന്റെ ഒപ്പം തന്നെ എക്സ്ട്രാ എമൗണ്ട് കൊടുക്കും. If such average balance was, അത് ആവറേജ് ബാലൻസ് നോട്ട് ബിലോ 1000, 1000-ന് താഴെ ആകാൻ പാടില്ല ആവറേജ് ബാലൻസ്. If average balance was not below 1000 at any time during set that period, ആ ഒരു കാലയളവില് ആവറേജ് ബാലൻസ് 1000-ല് താഴെ ആകാൻ പാടില്ല. And then rupees 1000 is the maximum amount of benefit payable under the scheme. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ. എത്രയാണ്? അപ്പൊ ഈ ഒരു സ്കീം വഴി ഡെപ്പോസിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ്, അപ്പൊ ഈ ഒരു സ്കീം വഴി അവിടെ നമുക്ക് മാക്സിമം എമൗണ്ട് ബെനിഫിറ്റ് ആയിട്ട് കൊടുക്കുന്നത്, ആ സ്കീം വഴി കൊടുക്കുന്ന മാക്സിമം എമൗണ്ട് എത്ര രൂപ വരെ കൊടുക്കും? 1000. 1000 is the maximum amount of benefit payable under the scheme. അണ്ടർലൈൻ ചെയ്ത ആ സെന്റൻസ്. ഓക്കെ, 10,000. 10,000 is the maximum amount. 10,000 രൂപ മാക്സിമം എമൗണ്ട് ബെനിഫിറ്റ് ആയിട്ട് കൊടുക്കും. Then similar to the scheme is statutory provident fund scheme. ഇത് സിമിലർ ആയിട്ട് അതിന് സ്റ്റാറ്റ്യൂട്ടറി പ്രോവിഡന്റ് ഫണ്ട് സ്കീമിന് സിമിലർ പോലെ തന്നെയാണ്. Which also provide pension. എന്തൊക്കെ കൊടുക്കും? പെൻഷൻ ആൻഡ് ഗ്രൂപ്പ് ഇൻഷുറൻസ് ബെനിഫിറ്റും കമ്പനി കൊടുക്കും. In addition to ഏതിന്റെ ഒപ്പം തന്നെ provident fund to workers in as a tea plantation. As a tea plantation അവിടെ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സിന് പ്രൊവിഡന്റ് ഫണ്ടിന് അഡീഷണൽ ആയിട്ട് പെൻഷനും ഗ്രൂപ്പ് ഇൻഷുറൻസ് ബെനിഫിറ്റും കൊടുക്കും. ഓക്കെ, അവിടെ നിങ്ങൾ ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യുക കേട്ടോ. 3 വർഷത്തേക്ക് എംപ്ലോയി സർവീസിലിരിക്കെ EPF-ല് മെമ്പർ ആയിരിക്കുന്ന എംപ്ലോയി സർവീസിലിരിക്കെ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവർക്ക് അയാളുടെ PF-ലുള്ള കഴിഞ്ഞ 3 വർഷത്തില് PF-ലുള്ള എമൗണ്ട് എത്രയാണോ അതിന്റെ ആവറേജ് എക്സ്ട്രാ ആയിട്ട്, അതായത് PF-ന്റെ ഒപ്പം തന്നെ നൽകും. അതിന്റെ അവിടെ മിനിമം നമ്മൾ 1000 താഴെ ആകാൻ പാടില്ല ബാലൻസ്, നോട്ട് ബിലോ 1000 അറ്റ് എനി ടൈം, അങ്ങനെ ആകാൻ പാടില്ല. ഈ ഒരു സ്കീം വഴി നമുക്ക് കൊടുക്കാൻ പറ്റുന്ന മാക്സിമം എമൗണ്ട് ബെനിഫിറ്റ് എന്ന് പറയുന്നത് 10,000 രൂപയാണ്. ഓക്കെ, ക്ലിയർ ആയില്ലേ?
ഇനി നമ്മുടെ അടുത്ത പാരഗ്രാഫിൽ എന്താ, എ യൂണിക് ഫീച്ചർ ഓഫ് ദിസ് സ്കീം ഈസ് ഡീസെൻട്രലൈസ്ഡ് വേ. ഇനി ഇതിന്റെ ഒരു ആ സ്കീമിന്റെ ഒരു യൂണിക് ഫീച്ചർ എന്ന് പറഞ്ഞാൽ എന്താ, ഡീസെൻട്രലൈസ്ഡ് വേ ആണ്. എന്ന് വെച്ചാൽ എന്താ, ഇൻ വിച്ച് ഈസ് അഡ്മിനിസ്ട്രേറ്റ് അറ്റ് ഗാർഡൻ ലെവൽ in each tea estate primary committee with the two members. പിന്നെ അവിടെ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു യൂണിക് ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഡീസെൻട്രലൈസ്ഡ് രീതിയിലാണ് കൊടുക്കുന്നത്. അവിടെ വിച്ച് ഈസ് അഡ്മിനിസ്ട്രേറ്റഡ് അറ്റ് ഗാർഡൻ ലെവല്, ആ ഒരു ഭരണപരമായിട്ട് ആ ഒരു ലെവലിലാണ് ആ പൈസ നേരെ കൊടുക്കുന്നതെന്ന്. In each tea estate, Assam tea plantation കാര്യം പറഞ്ഞല്ലോ അത് തന്നെ. In each tea estate, a primary committee with the two representative of the employee and the worker with the garden superintendent or manager as a chairman is empowered to sanction അനുവദിക്കുക and distribute loan and advances to the member and settle their account. അപ്പൊ ഇവിടെ ഓരോ ആസാം ടീ എസ്റ്റേറ്റിലും ഒരു പ്രൈമറി കമ്മിറ്റി ഉണ്ട്. അത് ആരാണെന്ന് വിത്ത് ടു റെപ്രസെന്റേറ്റീവ് എംപ്ലോയിനെ റെപ്രസെന്റേറ്റ് ചെയ്ത് രണ്ടാളുകള് ആൻഡ് വർക്കേഴ്സ് with a garden superintendent or manager as a chairman ആയിട്ടുള്ള ഒരു കമ്മിറ്റി, പ്രൈമറി കമ്മിറ്റി ഉണ്ട്. അവരാണ് അനുവദിക്കുന്നത്, എന്ത് സാങ്ഷൻ ചെയ്യുന്നത്, ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ലോണുകൾ വിതരണം ചെയ്യുന്നത്, ആൻഡ് അഡ്വാൻസസ് ടു മെമ്പർ ആൻഡ് സെറ്റിൽ ദെയർ അക്കൗണ്ട്സ്. അവരുടെ അക്കൗണ്ട്സ് കാര്യങ്ങള്, ലോണ് കാര്യങ്ങള് അതൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് ഒരു പ്രൈമറി, ഓരോ ടീ എസ്റ്റേറ്റില് ഒരു പ്രൈമറി കമ്മിറ്റി ഉണ്ട്. അതില് എംപ്ലോയിയുടെ 2 റെപ്രസെന്റേറ്റീവ്, ഗാർഡൻ സൂപ്രണ്ടന്റ് ഓർ മാനേജർ, ആ ചെയർമാനുമായിട്ടുള്ള ഒരു പ്രൈമറി കമ്മിറ്റി ഉണ്ടെന്നാ പറയുന്നത്. അതിനകത്ത് നിങ്ങൾ ആ ഇതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. ആ ഫസ്റ്റ് പാരഗ്രാഫില് നമ്മൾ പറഞ്ഞ മാക്സിമം എമൗണ്ട് എത്രയാണെന്നുള്ളതും ഫസ്റ്റ് സെന്റൻസും അവിടെ അണ്ടർലൈൻ ചെയ്താൽ മതി. ഇനി അടുത്തതാണ് ഗ്രാറ്റുവിറ്റി. അടുത്ത ബെനിഫിറ്റ് ആണ് ഏത്, സി എന്ന് പറയുന്നത് ഗ്രാറ്റുവിറ്റി ആണ്. എന്താണ് ഗ്രാറ്റുവിറ്റി എന്ന് പറഞ്ഞാൽ, ഗ്രാറ്റുവിറ്റി എന്താ, എന്താണ്, ഈസ് എ റിവാർഡ്. ഒരു റിവാർഡാണ്, നമ്മളൊരു പാരിതോഷികമായിട്ട് കൊടുക്കുകയാണ് ഫോർ എ ലോങ് സർവീസ് വിത്ത് ഹിസ് പ്രസന്റ് എംപ്ലോയർ. അപ്പൊ നമ്മൾ ദീർഘകാലത്തില് സർവീസിൽ ഇരിക്കുന്ന ഒരു എംപ്ലോയിക്ക് കൊടുക്കുന്ന ഒരു റിവാർഡാണ് ഇത് ഗ്രാറ്റുവിറ്റി. അണ്ടർലൈൻ ചെയ്യണം കേട്ടോ, മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിക്കാറുണ്ട് അത്. ഗ്രാറ്റുവിറ്റി ഈസ് എ റിവാർഡ് ടു ആൻ എംപ്ലോയി. എംപ്ലോയിക്ക് കൊടുക്കുന്ന ഒരു റിവാർഡ്. എന്തിനു കൊടുക്കുന്ന റിവാർഡാ, ഫോർ ലോങ് സർവീസ്, ദീർഘകാലം സേവനം, ആ സർവീസിൽ ഇരിക്കുന്ന ഒരു എംപ്ലോയിക്ക് കൊടുക്കുന്ന റിവാർഡാണ്. ആരിൽ നിന്ന്, വിത്ത് ഹിസ് പ്രസന്റ് എംപ്ലോയർ, അവന്റെ നിലവിലുള്ള പ്രസന്റ് ആയിട്ടുള്ള എംപ്ലോയർ കൊടുക്കുന്ന, ലോങ് സർവീസിൽ ഇരിക്കുന്ന എംപ്ലോയിക്ക് കൊടുക്കുന്ന റിവാർഡ്. അണ്ടർലൈൻ ചെയ്തില്ലേ? ദിസ് റിട്ടയർമെന്റ് ബെനിഫിറ്റ് ഈസ് ഗിവൺ ടു ആൻ എംപ്ലോയി ഐദർ ഓൺ റിട്ടയർമെന്റ് or at the time of physical disability or to the dependents of the deceased employee. ഇനി ഇതെന്ന് പറഞ്ഞ ഈ റിട്ടയർമെന്റ് ബെനിഫിറ്റ് ഗിവൺ ടു എംപ്ലോയിക്ക് എങ്ങനെയാ, റിട്ടയർമെന്റിന്റെ ടൈമിലോ ഓർ അല്ലെങ്കിൽ എന്തെങ്കിലും ഫിസിക്കൽ ഡിസബിലിറ്റി വരെയാണ്, at the time of physical disability, ആ സമയത്ത് ഗ്രാറ്റുവിറ്റി കൊടുക്കാം. or to the dependents of the deceased employee. ഡിസീസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ, മരണമടഞ്ഞ, മരിച്ചിട്ടുള്ള ആ എംപ്ലോയി, അവർക്കുടെ ഡിപ്പെൻഡൻസ്, ആശ്രിതർക്കോ ഒക്കെ ഈ റിട്ടയർമെന്റ് ബെനിഫിറ്റ്, ഗ്രാറ്റുവിറ്റി, എന്താ പറയാ, റിട്ടയർമെന്റ് ബെനിഫിറ്റ് കൊടുക്കാം. ഇനി it is payable to an employee on his superannuation or his retirement or his death or disablement due to the accident of disease. ഇനി ഈ ഗ്രാറ്റുവിറ്റി ഇതെങ്ങനെയാ കൊടുക്കുന്നത് എംപ്ലോയിക്ക്? ഹിസ് സൂപ്പർ ആനുലേഷൻ എന്ന് വെച്ചാൽ വാർദ്ധക്യകാല പെൻഷൻ ആയിട്ട്, അങ്ങനെ. ഓർ ഹിസ് റിട്ടയർമെന്റ് അല്ലെങ്കിൽ ഡെത്ത് ആവുകയാണെങ്കിൽ, ഓർ ഡിസേബിൾമെന്റ്, എന്തെങ്കിലും ആക്സിഡന്റോ ഡിസീസോ മൂലം എന്തെങ്കിലും വൈകല്യങ്ങളോ ഒക്കെ വരുവാണെങ്കിൽ, അങ്ങനെ ആ ഒരു ഇതില് ഈ ബെനിഫിറ്റ് കൊടുക്കാം, പേയബിൾ ചെയ്യുന്നതാണ്.
Gratuity is payable to employees who have rendered a minimum continuous service of 5 years. Underline ചെയ്തോട്ടെ ആ സെന്റൻസ്. Gratuity is payable to all employees. എല്ലാ എംപ്ലോയിക്ക് കൊടുക്കണം. എങ്ങനെ? Who have rendered a minimum continuous service of 5 years with the present employer. ഇപ്പൊ നമ്മളിപ്പോ ഒരു കമ്പനിയില് ഒരു പ്രസന്റ് എംപ്ലോയറിന് കീഴില് 5 വർഷം സർവീസിലിരിക്കുന്ന എല്ലാവർക്കും എന്ത് കൊടുത്തോളണം? ഗ്രാറ്റുവിറ്റി കൊടുക്കണം. അത് ലീഗലി അങ്ങനെയാണ് കേട്ടോ. നമ്മളിപ്പോ ഒരു ജോലിക്ക് നിൽക്കുകയാണ്, ഒരു എംപ്ലോയറിന്റെ കീഴിൽ 5 വർഷം നമ്മൾ നിൽക്കുകയാണ്. ആ 5 വർഷം നമ്മൾ സർവീസിലിരിക്കുന്ന മിനിമം മിനിമം പറഞ്ഞിട്ടുണ്ട്, രണ്ടേ മിനിമം കണ്ടിന്യൂസ് സർവീസ് ഓഫ് 5 years വിത്ത് ദ പ്രസന്റ് എംപ്ലോയർ. അങ്ങനെയുള്ളവർക്ക് ഗ്രാറ്റുവിറ്റി കൊടുക്കണം. അണ്ടർലൈൻ ചെയ്ത ആ സെന്റൻസ്, ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്യണം. Gratuity is payable to all employee who is rendered a minimum continuous service of 5 years. ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യണം. ഓക്കെ, 2 സെന്റൻസ് അണ്ടർലൈൻ ചെയ്തോ? ഇനി നോക്കിയേ, ഇറ്റ് ഈസ് പേയബിൾ. ഇത് നമ്മൾ പറഞ്ഞു തന്നെയാ. ഇറ്റ് ഈസ് പേയബിൾ ടു ആൻ എംപ്ലോയി ഹിസ് സൂപ്പർ ആനുലേഷൻ ഓർ ഹിസ് റിട്ടയർമെന്റ് or his death or disablement due to accident or disease. ആ ഒരു ഇതില് നമുക്ക് ഈ ഗ്രാറ്റുവിറ്റി കൊടുക്കാം. ഇനി കുറച്ച് ആക്ട് ആണ് അവിടെ പറഞ്ഞേക്കുന്നത്. ദ പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് 1972. The payment of Gratuity Act 1972 is applicable to establishment in the whole nation, provide for a scheme for compulsory payment of the gratuity by the management of the railways, factories, oil field, mines, plantation, shops or other establishment employing 10 or more person to their employee drawing monthly wage not exceeding 16,000 16,000 sorry 16,000 അല്ല 1,600 കേട്ടോ 1,600 per month. ഇതൊരു മാസത്തെയാണ്. അതായത് ഇത് ഇപ്പത്തെ അല്ല കേട്ടോ, ഇപ്പത്തെ അല്ല. ഇപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസം 1,600 രൂപ ഇല്ലല്ലോ, ഒരു ദിവസം കിട്ടും 1000 1300 രൂപയ്ക്ക് ഉണ്ട്. അപ്പൊ അത് പണ്ടത്തെ ഇത് ആ ഒരു സാലറി സ്കെയിലാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഇനി നോക്കിയേ, ഈ പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് 1972 അണ്ടർലൈൻ ചെയ്തോട്ടോ എന്താന്നുള്ളത്. അപ്പൊ ഈ ആക്ടില് അതനുസരിച്ച് ഇത് ആർക്കൊക്കെയാണ് ഇത് ആപ്ലിക്കബിൾ ആകുന്നത്? മൊത്തം നമ്മുടെ ആ രാജ്യത്തുടനീളമുള്ള എല്ലാ സ്കീമും ഇതിൽ വർക്ക് ചെയ്യുന്ന കമ്പൽസറി ആയിട്ട് ഈ ഗ്രാറ്റുവിറ്റി കൊടുക്കേണ്ടതാണ്. റെയിൽവേയില് വർക്ക് ചെയ്യുന്നത്, റെയിൽവേസില്, ഫാക്ടറീസില്, ഓയിൽ ഫീൽഡില്, മൈൻസ് ഖനികളില് വർക്ക് ചെയ്യുന്നവര്, പ്ലാന്റേഷൻ ഫീൽഡില്, തോട്ടം തൊഴിലാളി അങ്ങനെയുള്ളത്, ഷോപ്സില്, അതർ മറ്റു സ്ഥാപനങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന 10 അതിലധികമോ വർക്കേഴ്സ് ഉള്ള എല്ലാ രാജ്യത്തുടനീളം എല്ലാവർക്കും ഈ ഗ്രാറ്റുവിറ്റി ആക്ട് 1972 ആപ്ലിക്കബിൾ ആണ്. എല്ലാവർക്കും ഈ ഒരു നിയമം ബാധകമാണ് അവിടെ പറഞ്ഞേക്കുന്നത്. ഇനി അവിടെ നോക്കിയേ, ടു ദ എംപ്ലോയി ഡ്രോയിങ്, പിന്നെ അവർക്കുടെ മന്ത്ലി വേജ് എത്രയില് ആകാൻ പാടില്ല? 1,600 രൂപയില് കവിയാൻ പാടില്ല. നോട്ട് എക്സീഡിങ്. അങ്ങനെയുള്ളവർക്ക് ഈ ഗ്രാറ്റുവിറ്റി ആക്ട് ആപ്ലിക്കബിൾ ആണ്. Stipulate that the gratuity payable to an employee shall be at the rate of 15 days wage for every completed year of a service or part therefore excess in 6 months. ഇനി ഇവിടെ നോക്കിയേ, ഓരോ വർഷത്തെ സർവീസിനും എത്ര ദിവസത്തെയാ? 15 ദിവസത്തെ ശമ്പളം. ഓരോ ഇത് ജസ്റ്റ് ഇതിന്റെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. അതൊന്നും ഫുള്ളൊന്നും വൈകാട്ട് ചെയ്യാൻ പറയില്ല, ആക്ട് അനുസരിച്ച് പറഞ്ഞേക്കാണ്. ദ പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് 1972 അതെന്താണ് പറഞ്ഞേക്കുന്നത്? സ്റ്റിപ്പുലേറ്റ് എന്ന് പറഞ്ഞാൽ വ്യവസ്ഥ ചെയ്യുക. എന്താണ് ആ ആക്ട് പറഞ്ഞേക്കുന്നത്? ദ ഗ്രാറ്റുവിറ്റി പേയബിൾ ടു ആൻ എംപ്ലോയി ഷാൽ അറ്റ് ദ റേറ്റ് ഓഫ് 15 days വേജ്, 15 ദിവസത്തെ ശമ്പളം. അതെങ്ങനെയാ? ഫോർ എവരി കംപ്ലീറ്റഡ് ഇയർ, ഒരു വർഷം
നമ്മള് ഒരു വർഷം ആ ഒരു ഇയർ ഒരു സർവീസ് ഇത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ 15 ദിവസത്തെ ശമ്പളം, 2 വർഷമാണെങ്കിലോ 30. ആ രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓരോ വർഷത്തെ സർവീസിനും എത്ര ദിവസത്തെയാണ്? 15 ദിവസത്തെ ശമ്പളം എന്ന നിരക്കിലാണ് അവിടെ ഗ്രാറ്റുവിറ്റി കണക്കാക്കുന്നത്. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ. At the rate of 15 days for every completed year of service. പരമാവധി എത്രയാണ് കൊടുക്കേണ്ടത്? Hence, thereof is excess of 6 months. Then, hence, 6 months എക്സസ് കൂടുതലായിട്ട് നമ്മള് 15 ദിവസം 15 ഓരോ കംപ്ലീറ്റ് ആയിട്ടുള്ള വർഷങ്ങളിലും നമ്മൾ 15 ദിവസത്തെ ശമ്പളം, അതാണ് ഗ്രാറ്റുവിറ്റി കൊടുക്കുന്നത്. Gratuity payable of an employee shall not exceed 20 months wage. അതായത് നമുക്ക് ഈ ഗ്രാറ്റുവിറ്റി അനുസരിച്ച് നമുക്ക് ലഭിക്കാവുന്ന പരമാവധി തുക എന്ന് പറഞ്ഞാൽ 20 മാസത്തെ ശമ്പളത്തെക്കാള് നമ്മൾ അതിന് കൂടുതലാക്കാൻ പാടില്ല. Not exceeding 20 months wage. The maximum amount of gratuity payable, maximum എത്ര കിട്ടുള്ളൂ gratuity payable to an employee shall not exceed 20 months wage. ലഭിക്കാവുന്ന പരമാവധി ഗ്രാറ്റുവിറ്റിയുടെ തുക എന്ന് പറയുന്നത് 20 മാസത്തെ ശമ്പളത്തെ 20 മാസത്തെ ശമ്പളത്തെക്കാൾ കൂടുതൽ ആകാൻ പാടില്ല. അതിന് എക്സസ് ചെയ്യാൻ പാടില്ല. നോട്ട് എക്സീഡ്, കവിയരുത്. 12 months wage. അപ്പൊ ആക്ട് എന്നാണ് ആ ഇയർ നോട്ട് ചെയ്തിടുക. പിന്നെ അതിനകത്ത് അവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ 15 days. ഇതെങ്ങനെയാണ് ഈ ഇത് കണക്കാക്കുന്നത്? ഗ്രാറ്റുവിറ്റി കണക്കാക്കുന്നത് at the rate of 50 wage for every completed year service. അതും അണ്ടർലൈൻ ചെയ്തതാണ് കേട്ടോ. ആ 2 കാര്യങ്ങളും അണ്ടർലൈൻ ചെയ്തതാണ്. ഇതെല്ലാം നമ്മുടെ പഴയ കണക്കനുസരിച്ച. ഇപ്പൊ അതൊന്നും അല്ലല്ലോ നമ്മുടെ സാലറി സ്കെയിലും കാര്യങ്ങളും. ഓക്കെ, ഇനി അടുത്തതാണ് മെഡിക്കൽ ബെനിഫിറ്റ്. മെഡിക്കൽ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? മെഡിക്കൽ ബെനിഫിറ്റ് ചികിത്സാ സംബന്ധമായിട്ടുള്ള സഹായങ്ങള്, ആനുകൂല്യങ്ങള്, കാര്യങ്ങള് കേട്ടോ. മെഡിക്കൽ ബെനിഫിറ്റ്. This benefits is provided by some ESA പോലെ provided by some large organization to their retired employee and their family members. Medical this benefit is provided by some large organization to the retired employee അവരുടെ ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒരു വലിയ കമ്പനികൾ ഈ ബെനിഫിറ്റ് ESIയുടെ ബെനിഫിറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവിടെ ഓൾറെഡി അവിടെ വർക്ക്ഡ് ആയിട്ടുള്ളവർക്കും ESI ആനുകൂല്യങ്ങൾ കിട്ടുന്നുണ്ട്. Medical service for employee are provided under the employee state insurance scheme. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ. ആരാണ് പ്രൊവൈഡ് ചെയ്തത്? ESIS സ്കീം അനുസരിച്ചാണ്. Medical service of employee are provided ഏതിന്റെ കീഴിലാണ്? Under the employee state insurance scheme, ESIS. The Employee State Insurance Act 1948. ആക്ട് ഒന്ന് നോക്കി വെച്ചോ കേട്ടോ. The Employee State Insurance Act 1948, 1948 has provision of certain benefits to employee in the case of എന്തെങ്കിലും sickness, എന്തെങ്കിലും അസുഖങ്ങൾ വരികയാണെങ്കിൽ അതിന്റെ അസുഖങ്ങളായിട്ട് വരുമ്പോഴ് എംപ്ലോയ്മെന്റ് ഇൻജുറി, ഇനി എന്തെങ്കിലും ഇൻജുറി നമ്മൾ ജോലി ചെയ്യുമ്പോൾ എന്തെങ്കിലും തൊഴിലുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും മുറിവുകളോ കാര്യങ്ങളോ അങ്ങനെയുള്ളതിന്. ആൻഡ് മെറ്റേണിറ്റി, നമുക്ക് പ്രസവാവധി, പിന്നെ ഇങ്ങനെയുള്ള ഇതിനൊക്കെ ESIയുടെ ബെനിഫിറ്റ്സ് കിട്ടുന്നുണ്ട് കേട്ടോ. The Employee State Insurance Act 1948 has a provision of certain benefits to employee. ഏതിന്റെ കേസിലാണ് കിട്ടുന്ന ESIയുടെ അണ്ടർലൈൻ ചെയ്തത്? In the case of sickness, employment injury and maternity. Initially,
The Act has been made applicable to all non-seasonal factories. അപ്പൊ ഈ ആദ്യം പ്രാരംഭത്തിൽ ആദ്യം തന്നെ ഈ ESA എന്ന് പറയുന്നത് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് എല്ലാ നോൺ സീസണൽ ഫാക്ടറീസിലും ഇത് എന്താണ് ആപ്ലിക്കബിൾ ആയിരുന്നു, അത് ബാധകമായിരുന്നു. അത് ലേറ്റർ പിന്നീട് അത് പല ഇതിലേക്ക് മാറിയിട്ട് എക്സ്റ്റെൻഡ് അത് എക്സ്റ്റെൻഡ് ചെയ്തു, മറ്റുള്ളതിലേക്ക് വന്നു. പാർട്ടി ഓർ ഹോളി ടു എനി എസ്റ്റാബ്ലിഷ്മെന്റ് ഓർ ക്ലാസസ് ഓഫ് എസ്റ്റാബ്ലിഷ്മെന്റ്, പല ക്ലാസ്സുകളിലുള്ള സ്ഥാപനങ്ങളിലേക്കും ഒക്കെ ESA പിന്നീട് അത് എക്സ്റ്റെൻഡ് ചെയ്ത് വന്നു. പിന്നീട് അത് വിപുലീകരിച്ചു വന്നു. ആദ്യം നോൺ സീസണൽ ഫാക്ടറീസിലായിരുന്നു ഇനിഷ്യലി ഈ ESA ഇത് ആപ്ലിക്കബിൾ ആയിരുന്നു, അവർക്ക് ആ ഒരു ഇതിൽ മാത്രമായിരുന്നു ബാധകമായത്. എന്നാൽ പിന്നീട് കാലങ്ങൾ കഴിയുന്നതോറും പിന്നീട് അത് പല മേഖലകളിലേക്കും ESAയുടെ ഇത് പല സ്ഥാപനങ്ങളിലേക്കും ഒക്കെ വന്നിട്ടുണ്ട്. Labor employed directly, including clerical staff, is covered by this Act. However, member of armed forces and any person whose salary in aggregate exceed 500 a month are not covered under this Act. ഇനി ഇവിടെ കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞേക്കുന്നത്. അതായത് ലേബർ എംപ്ലോയിഡ് ഡയറക്ട്ലി including clerical staff is covered under this Act. അപ്പൊ എന്ന് പറഞ്ഞാൽ നേരിട്ട് ഈ ക്ലറിക്കൽ സ്റ്റാഫ് ഉൾപ്പെടെയുള്ള എംപ്ലോയി അവർക്കാണ് ഈ ആക്ട് അനുസരിച്ച് നമ്മൾ കവറേജ് കൊടുക്കുന്നത്. എന്നാൽ however the member of armed forces, any person who salary in aggregate exceed 500, അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു മാസം 500 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പത്തെ അല്ല, പണ്ടത്തെ ഇതനുസരിച്ചാണ്. അത്ര ആർ നോട്ട് കവേർഡ് അണ്ടർ ദിസ് ആക്ട്. അതായത് ഇപ്പൊ മന്ത്ലി 500 രൂപയില് കവിയുന്ന കൂടുതൽ കിട്ടുന്നവര് ഈ ആക്ടിന് ഈ ESAയുടെ മെഡിക്കൽ ബെനിഫിറ്റ് ഇത് കിട്ടില്ല എന്ന്, അവർക്ക് കവറേജ് കൊടുക്കില്ല. 500 രൂപയില് മന്ത്ലി ആണ് കേട്ടോ, മന്ത്ലി 500 രൂപയില് കവിയുന്ന അതിൽ കൂടുതൽ സാലറി കിട്ടുന്ന ഏതൊരാൾക്കും നമുക്ക് അവിടെ എന്താണ് അത് കവറേജ് കൊടുക്കണം കേട്ടോ. ആർ നോട്ട് കവേർഡ് അണ്ടർ ദിസ് ആക്ട്. Act, those insured under the scheme are entitled to receive medical aid, benefits in the case of disablement, sickness and maternity, etc. അപ്പൊ ഈ ഒരു ആക്ട് പ്രകാരം ഈ മെഡിക്കൽ ബെനിഫിറ്റ് നമ്മൾ ആക്ട് സ്റ്റേറ്റ് ഇൻഷുറൻസ് എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട് 1948 പറഞ്ഞില്ലേ, ഈ ഒരു ആക്ടിന്റെ കീഴില് നമുക്ക് ആർക്കൊക്കെ കിട്ടുന്നുണ്ട് മെഡിക്കൽ എയ്ഡ്, ആർക്കൊക്കെ കിട്ടുന്നുണ്ട് നമുക്ക് ചികിത്സാ സംബന്ധമായിട്ടുള്ള പല സഹായങ്ങളും, പിന്നെ ബെനിഫിറ്റ്സ് ആനുകൂല്യങ്ങള്, ഡിസേബിൾമെന്റ് എന്തെങ്കിലും അംഗവൈകല്യങ്ങളോ വൈകല്യങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ അതിനുള്ള ബെനിഫിറ്റ്, സിക്നെസ് രോഗങ്ങൾക്കുള്ളത്, മെറ്റേണിറ്റി നമുക്ക് പ്രസവം, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഈ ആക്ട് അനുസരിച്ച് നമുക്ക് ഈ സ്കീം കവറേജ് കൊടുക്കുന്നുണ്ട്. These benefits establish lifelong relationship between the organization and its employee. അപ്പൊ നമുക്ക് ഇപ്പൊ റിട്ടയർമെന്റിന് ശേഷം നമുക്കത് ESAയുടെ ഇതൊക്കെ കിട്ടുന്നുണ്ട്. അപ്പൊ എന്ന് പറഞ്ഞാൽ ശരിക്കും ഇത് കമ്പനിയുമായിട്ട് ഒരു ലൈഫ് ലോങ് റിലേഷൻഷിപ്പ് സ്ഥാപിക്കാൻ, എംപ്ലോയിയും എംപ്ലോയറും തമ്മിൽ ഒരു നല്ലൊരു ബന്ധം സ്ഥാപിക്കാൻ നമുക്ക് ഈ മെഡിക്കൽ ബെനിഫിറ്റ് സഹായിക്കേണ്ടത്. റിട്ടയർമെന്റിന് ശേഷമുള്ള കാലം വരെയും നമുക്ക് ഇത് ഈ ഒരു മെഡിക്കൽ ബെനിഫിറ്റ് കിട്ടേണ്ടത് കേട്ടോ. അതിനകത്ത് ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിടുക കേട്ടോ. Provided some large organization to their retained employee and their family members. പിന്നെ ആക്ട് ESIS കണ്ടില്ലേ, അത് അണ്ടർലൈൻ ചെയ്തിടുക. എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീം എക്സ്പാൻഡഡ് ഫോം ഇല്ലേ, അത് അണ്ടർലൈൻ ചെയ്യുക. പിന്നെ ആക്ട് നോക്കുക, എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട് ഇയർ ഏതാ 1948. പിന്നെ അതനുസരിച്ച് എന്തിനൊക്കെ ഉള്ള ബെനിഫിറ്റ് കൊടുക്കേണ്ടത്, ഇൻ ദ കേസ് ഓഫ് സിക്നസ്, എംപ്ലോയ്മെന്റ് ഇഞ്ചുറി, മെറ്റേണിറ്റി, അതും കൂടി നിങ്ങൾ അവിടെ അണ്ടർലൈൻ ചെയ്തിടുക കേട്ടോ.
ആദ്യത്തെ ഞാൻ ഇപ്പൊ പറഞ്ഞിട്ടുള്ള സെന്റൻസുകൾ അണ്ടർലൈൻ ചെയ്തിട്ട് അണ്ടർലൈൻ ചെയ്തോ നിങ്ങള്? ഓക്കെ, ബാക്കിയൊക്കെ നിങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇത് കുറെ മാർച്ചുകളും കാര്യങ്ങളൊക്കെയാണ് അവിടെ പറഞ്ഞിട്ട്. ഇനി അടുത്ത് നോക്കി, പെൻഷൻ ബെനിഫിറ്റ്. അപ്പൊ മെഡിക്കൽ ബെനിഫിറ്റ് കഴിഞ്ഞു, ESIയുടെ കാര്യങ്ങൾ പറഞ്ഞു. ഇനി അടുത്തതാണ് പെൻഷൻ ബെനിഫിറ്റ്. The benefits which are covered under the Employee Family Pension Scheme 1971 are as follows. അപ്പൊ നമുക്ക് ഈ പെൻഷൻ ബെനിഫിറ്റുകൾ നമുക്ക് ഏതിനകത്താണ് വരുന്നത്? എംപ്ലോയി ഫാമിലി പെൻഷൻ സ്കീം 1971 അനുസരിച്ച് ഈ ബെനിഫിറ്റ് ഇതിന് കവറേജ് കൊടുക്കട്ടെ. ഈ കാര്യങ്ങളൊക്കെ ഏതൊക്കെയാ? റിട്ടയർമെന്റ് ബെനിഫിറ്റ് ഉണ്ട്, പിന്നെ അതുപോലെ ഫാമിലി പെൻഷൻ ഉണ്ട്, ലൈഫ് ഇൻഷുറൻസ് ബെനിഫിറ്റ് ഉണ്ട്, വിഡ്രോവൽ ബെനിഫിറ്റ് ഉണ്ട്. പെൻഷൻ ബെനിഫിറ്റ്സ്, these benefits which are covered under Employee Family Pension Scheme 1971. അതിന്റെ ഇയർ നിങ്ങളൊന്ന് നോക്കി വെക്കുക കേട്ടോ. ഇയർ ഒന്ന് നോക്കാം. എല്ലാം ഇയറുകളൊക്കെ ചോദിച്ചിട്ടുണ്ട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൊക്കെ, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ആ ഇയേഴ്സ് അവിടെ ചോദിച്ചിട്ടുണ്ട്. അതൊന്ന് നോക്കി വെക്കാം. ഇനി പെൻഷൻ ബെനിഫിറ്റിന്റെ കീഴിൽ നമ്മൾ കൊടുക്കുന്നത് ഏതൊക്കെയാണെന്നാണ്. ഒന്നാമത്തെയാണ് റിട്ടയർമെന്റ് ബെനിഫിറ്റ്. റിട്ടയർമെന്റ് ബെനിഫിറ്റ്, റിട്ടയർ ആയി കഴിയുമ്പോ കുറച്ച് പൈസ കൊടുക്കൂലേ? അത്രയും നാള് അവർ ആ സർവീസ് ഇരുന്നതാണ് ആ റിട്ടയർമെന്റിന് ശേഷം കൊടുക്കുന്ന ആനുകൂല്യം. ദ ബെനിഫിറ്റ് ഈസ് ഫോം ഓഫ് ലംപ് സം. ലംപ് സം എന്ന് പറഞ്ഞാൽ എന്താ? ഒറ്റ തുക, ഒറ്റൊരു എമൗണ്ട്. വലിയ ഒരു 10 ലക്ഷം രൂപ, 5 ലക്ഷം രൂപ, അങ്ങനെയൊക്കെ ഒറ്റ ലംപ് സം ആയിട്ട്, അതിനകത്ത് കുറച്ചായിട്ടല്ല കൊടുക്കണേ. ഒറ്റ തുകയാണ്. ആ ജോലിയിൽ നിന്ന് നമ്മൾ റിട്ടയർഡ് ആകുമ്പോൾ ഒറ്റ തുകയായിട്ടാണ് കൊടുക്കുന്നത്. സബ്ജക്ട് ടു മാക്സിമം ഓഫ് 4,000 payable to a member on his normal retirement subject to certain rules and regulations. ജോലിയിൽ നിന്ന് നമ്മൾ റിട്ടയർഡ് ആകുമ്പോൾ, അത് വിരമിക്കുമ്പോൾ ഒറ്റ തവണയായി പരമാവധി എത്ര രൂപ കൊടുക്കും? റിട്ടയർമെന്റ് ബെനിഫിറ്റ് എത്ര പറഞ്ഞേക്കണേ? 4,000. ആ 4,000 എന്ന് പറഞ്ഞാൽ ഇപ്പത്തെ സംബന്ധിച്ചല്ലാണ്ടോ. നിങ്ങളൊന്ന് നോക്കാം. ഇപ്പത്തെ ആയിട്ടൊന്ന് ഇപ്പൊ നമ്മള് 5 ലക്ഷം രൂപ 10 ലക്ഷം രൂപയൊക്കെയാണ്. അപ്പൊ അന്ന് 4,000 എന്ന് പറഞ്ഞ ഒരു എമൗണ്ട് തന്നെയാണ് അത്. റിട്ടയർമെന്റ് ബെനിഫിറ്റ് ഒറ്റ തുകയായിട്ട് മാക്സിമം എത്ര കൊടുക്കുക? എത്രയാണ് അവിടെ പറഞ്ഞേക്കുന്നത്? 4,000 പേബിൾ ടു എ മെമ്പർ ഓൺ ഹിസ് നോർമൽ റിട്ടയർമെന്റ് സർവീസ്. അപ്പൊ നോർമലി നമ്മള് റിട്ടയർഡ് ആയി, അപ്പൊ മാക്സിമം 4,000 രൂപ വരെ അവർക്ക് റിട്ടയർമെന്റ് ബെനിഫിറ്റ് ആയിട്ട് കിട്ടും. ഓക്കെ, ഒന്ന് അണ്ടർലൈൻ ചെയ്തോട്ടെ അത്. ഇനി അടുത്തതാണ് ഫാമിലി പെൻഷൻ. പെൻഷൻ ബെനിഫിറ്റുകളെല്ലാം വന്നതാണ് കേട്ടോ അത്. ഏതൊക്കെയാണെന്നുള്ളത് നോക്കി വെക്കാം. ഫാമിലി പെൻഷൻ. Pension is given to family of a deceased member of a fund at the following rate. അതായത് നമ്മള് ഈ the pension, the family pension is given to family ക്ക് കൊടുക്കുന്നതാണ്. Is given to family of a deceased member of a fund. Deceased എന്ന് പറഞ്ഞാൽ എന്താ? മരണമടഞ്ഞ. അതിനകത്ത് ആ മെമ്പർ മരണമടയുകയാണെങ്കിൽ അവരുടെ ഫാമിലിക്ക് കൊടുക്കുന്നതാണ്. അറ്റ് ഫോളോയിങ് റേറ്റ്. അത് ഈ താഴെ പറയുന്ന 3 രീതിയിലാണ് അത് കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞേക്കുന്നത് കേട്ടോ. ഈ ഫാമിലി പെൻഷൻ പറഞ്ഞേക്കുന്നത് ഫാമിലിക്കാണ്. ഡിസീസ്ഡ് മെമ്പർ ഓഫ് എ ഫണ്ട് മരണമടയുകയാണെങ്കിൽ ആ ഇതില് എന്താ പറയാ, അതിൽ അംഗമായിട്ടുള്ള ആള് മരണമടയുകയാണെങ്കിൽ ഫാമിലിക്ക് കൊടുക്കുന്നതാണ്. അത് താഴെ പറയുന്ന രീതിയിലാണ് അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഒന്നാമത്തെ എന്താ പറഞ്ഞേക്കുന്നത്? 12% of a pay subject to a maximum of 150. ഇവിടെ PM എന്ന് പറഞ്ഞ റുപ്പീസ് പെർ മന്ത് എന്നാണ് കേട്ടോ. PM AM PM ആ ടൈം അല്ല ഇവിടെ. PM റുപ്പീസ് 150 PM എന്ന് പറഞ്ഞു കഴിഞ്ഞാല് റുപ്പീസ് 150 പെർ മന്ത്. അത് വേണമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്തോ കേട്ടോ. പെർ മന്ത് എന്നാണ്.
അവിടെ എങ്ങനെയാ കൊടുക്കുന്നേ നോക്കിയേ 20% of pay subject to a maximum of rupees 150 per month to a family of a member who pay is 800 and above. അതായത് എന്നാ 800 രൂപയോ അതിൽ കൂടുതലോ ശമ്പളം, 800 രൂപയോ അതിൽ കൂടുതലോ ശമ്പളമുള്ള മെമ്പറിന്റെ കുടുംബത്തിന് അവരുടെ ആ സാലറിയുടെ 12% പരമാവധി എത്രയാണ്, മാക്സിമം 150 രൂപ പെർ മന്ത് കൊടുക്കും. 12% of pay subject to a maximum of 150 rupees 150 ആണ്. എങ്ങനെയാണ് അതിന്റെ ആ ഇത് പറയുന്നത്, 800 രൂപയോ അതിൽ കൂടുതലോ ശമ്പളം, അതായത് നമ്മുടെ PF-ലേക്ക് കണ്ടോ, on which contribution to EPF is received, എംപ്ലോയി പ്രൊവിഡന്റ് ഫണ്ടിലേക്ക് റിസീവ് ചെയ്തിട്ട് സംഭാവന ചെയ്തിട്ടുള്ളൂ. 800 രൂപയോ അതിൽ കൂടുതലോ ആൻഡ് 800 രൂപയോ അതിൽ കൂടുതലോ ശമ്പളം, അതാ EPF-ലേക്ക് സംഭാവന ചെയ്തിട്ടുള്ള മെമ്പർ അവരുടെ കുടുംബത്തിന് അവരുടെ സാലറിയുടെ 12% പരമാവധി എത്ര, മാക്സിമം എത്ര രൂപ, 150 പെർ മന്ത് അത് കൊടുക്കും. ഇനി അടുത്ത നോക്കിയേ, 15% of pay subject to maximum of rupees 96 per month and minimum of 60 per month to the family of member whose pay is rupees 200 per month and above and below 800. രണ്ടിട്ടാ പറഞ്ഞേക്കണേ, 200 രൂപയോ അതിൽ കൂടുതലോ, പക്ഷെ 800 ആ ഒരു റേഞ്ചാ പറഞ്ഞേക്കണേ. 800 താഴെ സാലറി ലഭിക്കുന്ന ആ ഫാമിലിയുടെ അംഗത്തിന് സാലറിയുടെ 15%, 15% ഓഫ് ദ പേ ആണ്. സാലറിയുടെ 15% പരമാവധി നമുക്ക് 96 രൂപ, മിനിമം 60, 96നും 60നും ഇടയിലുള്ള ഒരു എമൗണ്ട് അത് കൊടുക്കും. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കണത് നിങ്ങളൊന്ന് വായിച്ചു പോയാൽ മതി കേട്ടോ. ഇത് പ്രസന്റിലെ അല്ല, ഇതിപ്പോ നേരത്തെ ആ ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇതാ പറഞ്ഞേക്കുന്നത് കേട്ടോ. ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചാൽ മതി. ഇനി ഇതിനകത്ത് മോക്ക് ടെസ്റ്റിലേക്ക് തരുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കാം കേട്ടോ. അതെന്തായാലും പഠിക്കണം, മോക്ക് ടെസ്റ്റിൽ തരുന്ന ക്വസ്റ്റ്യൻസ് പഠിക്കാം. ബാക്കിയൊക്കെ നിങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കാം കേട്ടോ. ഏകദേശം ഒക്കെ മനസ്സിലായി പോണില്ലേ നിങ്ങൾക്ക്? ജസ്റ്റ് നമ്മൾ പറയുമ്പോ എന്താണ് അവിടെ ഉദ്ദേശിച്ചേക്കണെന്നുള്ളത്. ഓക്കെ, ഫുള്ള് ഇപ്പൊ ബൈഹാർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, എമൗണ്ട് ഒക്കെ അല്ലേ, ഇത്ര ശതമാനം ഇത്ര നാളത്തേക്ക് അല്ലെങ്കിൽ ഇത്ര റേഞ്ചിൽ കൊടുക്കും എന്നൊക്കെയാ പറഞ്ഞേക്കുന്നത്. ഇവിടെ പറഞ്ഞേക്കുന്നത് 200 രൂപയോ അതിൽ കൂടുതൽ, എന്നാൽ 800 രൂപയിൽ താഴെ സാലറി കിട്ടുന്ന, സാലറി ലഭിക്കുന്ന ആ ഫാമിലിയുടെ അതിന്റെ അംഗ കുടുംബത്തിന് സാലറിയുടെ 50% പരമാവധി എത്ര കിട്ടുക നമുക്ക്, ആ 60നും അതായത് 96 രൂപ അതിന്റെ ഇടയിൽ അങ്ങനെ കിട്ടും. മൂന്നാമത്തെയോ 30% of the pay subject to minimum of 60 per month to the family of a member whose pay is rupees 200 per month. അതായത് സാലറി 200 താഴെയാണെങ്കിൽ സാലറിയുടെ 30%, മിനിമം എത്രയാ, 60 രൂപ, ഇതാണ് 30% കൊടുക്കുന്നത്. 30% of pay subject to minimum of rupees 60 per month. ഇനി സാലറി നമുക്ക് അവിടെ 200 രൂപ താഴെയാണെങ്കിൽ, 200 രൂപയിൽ താഴെയാണെങ്കിൽ സാലറിയുടെ എത്രയാണ്, 30%. അത്രേ ഉള്ളൂ കേട്ടോ. 800 രൂപ കൂടുതലാണെങ്കിൽ 12%, 200 രൂപയുടെ മുകളിലും 800 താഴെയാണെങ്കിൽ അതിന്റെ ആ ഒരു റേഞ്ചിൽ വരികയാണെങ്കിൽ 50%, then 200 താഴെയാണെങ്കിൽ 30%. അതാണ് റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ് പറയുന്നത്. അപ്പൊ അതായത് നിങ്ങൾ റിട്ടയർമെന്റ് ബെനിഫിറ്റ്, ഫാമിലി പെൻഷന്റെ പെൻഷൻ ബെനിഫിറ്റ്സിൽ ഏതൊക്കെയാണെന്നുള്ളത് ഒന്ന് നോക്കി വെച്ചോട്ടോ. റിട്ടയർമെന്റ് ബെനിഫിറ്റ് ഉണ്ട്, ഫാമിലി പെൻഷൻ ഉണ്ട്. മൂന്നാമത്തെയാണ് ലൈഫ് ഇൻഷുറൻസ് ബെനിഫിറ്റ്.
Life insurance benefit. This benefits in the form of lump sum. ഇത് ഒറ്റ തുകയാണ്. Subject to a maximum of 2,000 payable in the case of death of a member. ഒരു മെമ്പർ അതിൽ മരിക്കുകയാണെങ്കിൽ മെമ്പർ മരിക്കുകയാണെങ്കിൽ ഫാമിലിക്ക് പരമാവധി എത്ര രൂപ കൊടുക്കും? 2,000, 2,000 രൂപ. അതെങ്ങനെ? ലംപ് സം, ഒറ്റ തുകയായിട്ടാ. അത് ഓരോ ഘട്ടം ഘട്ടമായിട്ടൊന്നും അല്ല. എത്രയാണ്? ഒറ്റ ഒരു 2,000 രൂപ ഒറ്റ തുകയായിട്ട് കൊടുക്കുക മരിക്കുകയാണെങ്കിൽ കേട്ടോ. The benefit is in the form of a lump sum subject to a maximum of 2,000 payable in the case of death of a member. മെമ്പർ മരണപ്പെടുകയാണെങ്കിൽ 2,000 രൂപ ഒറ്റ മാക്സിമം 2,000 രൂപ ഒറ്റ തുകയായിട്ട് കൊടുക്കുകയാണ്, ബെനിഫിറ്റ് ആയിട്ട് കൊടുക്കുകയാണ്. ഇനി അടുത്തതാണ് വിഡ്രോവൽ ബെനിഫിറ്റ്. വിഡ്രോവൽ. It is in the form of a lump sum amount payable to a member on leaving the service before his retirement age, subject to fulfillment of certain conditions. അതായത് ഇപ്പൊ റിട്ടയർമെന്റിന് മുന്നായിട്ട് മുമ്പ് ഒരാള് ജോലി ഉപേക്ഷിക്കുകയാണെങ്കിൽ, ആ ജോലി ഉപേക്ഷിക്കാൻ നിർബന്ധിതമാവുകയാണെങ്കിൽ അത് ലംപ് സമ്മായിട്ട് ഒറ്റ തുകയായിട്ട് നമുക്കത് പിൻവലിക്കാം. The form of a lump sum amount payable to a member leaving the service before his retirement age. ആ റിട്ടയർമെന്റ് ഏജ് അതായില്ല, അതിന് മുന്നായിട്ട് അയാൾ ആ ജോലി ഉപേക്ഷിക്കുകയാണെങ്കിൽ ഒറ്റ തുകയായിട്ട് നമുക്ക് ക്യാഷ് നമുക്ക് വിഡ്രോ ചെയ്യാം. ഒറ്റ തുകയായിട്ട് മൊത്തം തുക നമുക്ക് ഒറ്റ തുകയായിട്ട് പിൻവലിക്കാം. Subject to fulfillment of certain condition, terms and condition നിറവേറ്റി നമുക്ക് ഒറ്റ തുകയായിട്ട് അത് ആ ഫണ്ട് നമുക്ക് വിഡ്രോ ചെയ്യാം, പിൻവലിക്കാം പറയുന്നത് വിഡ്രോവൽ ബെനിഫിറ്റ്. വായിച്ചു നോക്കി നിങ്ങൾ അതൊന്ന്. 1, 2, 3, 4 4. ഇത് നമ്മള് എന്താ കുറച്ച് ഇതിന് മുന്നേ ആ ഒരു പിക്ചറായിട്ട് നമ്മൾ ടൈപ്സ് ഓഫ് ബെനിഫിറ്റ്സ് പറഞ്ഞില്ലേ, ഇതേ നോക്കി അതിന്റെ ലാസ്റ്റത്തെ കണ്ടോ? അത് നിങ്ങൾ ആ രീതിക്ക് തന്നെ അവിടെ ഒന്ന് നോക്കി വെക്കുക കേട്ടോ. ഇത് നിങ്ങൾ പഠിച്ചു വെച്ചാൽ ഇത് കണ്ടോ? ടൈപ്സ് ഓഫ് ഫ്രിഞ്ച് ബെനിഫിറ്റ്സിൽ കണ്ടോ? ഓൾഡ് ഏജ് ആൻഡ് റിട്ടയർമെന്റ് ബെനിഫിറ്റ്. ആ ഇത് കണ്ടില്ലേ ലാസ്റ്റത്തെ? പെൻഷൻ ബെനിഫിറ്റ്, മെഡിക്കൽ ബെനിഫിറ്റ്, ഗ്രാറ്റുവിറ്റി, ഡെപ്പോസിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ്, എംപ്ലോയി പ്രൊവിഡന്റ് ഫണ്ട്. കണ്ടോ? പെൻഷൻ ബെനിഫിറ്റില് 1, 2, 3, 4 എന്ന് പറഞ്ഞുകൊണ്ട് തന്നേക്കണേ. അത് ഒറ്റയടിക്ക് നമുക്കതെ ഓരോന്നിന്റെ കീഴിൽ വരുന്ന ഏതൊക്കെയാണെന്ന് പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് അങ്ങനെ കൊടുത്തേക്കുന്നത്. അപ്പൊ അത് വെച്ച് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പമുണ്ടായിരിക്കും കേട്ടോ. ഓക്കെ ആണോ നോക്കിയേ?
ഓക്കെ അല്ലേ? ഇനി അടുത്തൊരു ഹെഡിങ് എന്ന് പറഞ്ഞാൽ മാനേജിങ് എംപ്ലോയി ബെനിഫിറ്റ്സ് ആൻഡ് സർവീസ്. നമ്മള് ഈ എംപ്ലോയിക്ക് കൊടുക്കുന്ന പല ആനുകൂല്യങ്ങൾ, അതായത് നമുക്ക് വേടിച്ചല്ല, നമ്മൾ കൊടുക്കുന്ന കൂലിയല്ല, അതിന് പുറമെ എക്സ്ട്രാ കൊടുക്കുന്ന ചില ആനുകൂല്യങ്ങൾ, അതാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതെങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാം? മാനേജിങ് എംപ്ലോയി ബെനിഫിറ്റ്സ് ആൻഡ് സർവീസസ്, ഇങ്ങനെ നമുക്കത് മാനേജ് ചെയ്യാന്ന് പറയുന്നത്. അതിനകത്ത് ഫസ്റ്റ് പാരഗ്രാഫ് നോക്കിയേ. Due to the fact that different types of benefits are integral part of the total reward system. Total reward system അതിന്റെ ഒരു ഭാഗമാണ്, ഒരു ഇന്റഗ്രൽ പാർട്ടാണ് പലതരത്തിലുള്ള ബെനിഫിറ്റ്. നമ്മളിപ്പോ വെറുതെ ജോലിക്ക് പോവാം, കുറച്ച് സാലറി മാത്രം തന്നു കഴിഞ്ഞാൽ നമ്മൾ അതില് സാറ്റിസ്ഫൈഡ് ആണോ? നമുക്ക് കമ്പനിയിൽ നിന്ന് ഇങ്ങനെയുള്ള ആനുകൂല്യങ്ങൾ കൂടി വേണ്ടേ, അല്ലേ? ടോട്ടൽ റിവാർഡ് സിസ്റ്റത്തിന്റെ ഒരു ഇന്റഗ്രൽ ഭാഗമാണ്, ഇന്റഗ്രൽ പാർട്ടാണ് ഏതെന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള ആനുകൂല്യങ്ങൾ. There must be match. ഇനി നമ്മൾ ഈ ബെനിഫിറ്റ് നമ്മൾ കൊടുക്കുമ്പോൾ എങ്ങനെ ആയിരിക്കണം? മാച്ച് ബിറ്റ്വീൻ ദ ബെനിഫിറ്റ് പ്ലാൻ ആൻഡ് ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ ഫേം. അണ്ടർലൈൻ ചെയ്ത സെന്റൻസ്. ഈ ബെനിഫിറ്റ്സ് നമ്മൾ കൊടുക്കുമ്പോൾ, ഈ ആനുകൂല്യങ്ങൾ നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് ആ ഒരു സ്ഥാപനത്തിന്റെ ഒബ്ജക്റ്റീവ്സ് എന്താ, അതിന്റെ പ്രവർത്തന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണോ അവർക്ക് അനുയോജ്യമായിട്ടുള്ള ബെനിഫിറ്റ്സ് പ്ലാൻ വേണം നമ്മൾ തയ്യാറാക്കാൻ, അല്ലെങ്കിൽ അതിന് മാച്ച് ആയിരിക്കണം. നമ്മളിപ്പോ ആ കമ്പനി എങ്ങനെയാണ്, ആ കമ്പനിയുടെ ഒബ്ജക്റ്റീവ്സ്, ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് എന്താണ്, അതിനെയൊക്കെ അനുസരിച്ചായിരിക്കണം, അതിന് മാച്ച് ചെയ്യുന്ന രീതിയിലായിരിക്കണം ഈ ബെനിഫിറ്റ്സ് പ്ലാൻ തയ്യാറാക്കാൻ. അണ്ടർലൈൻ ചെയ്തോ? മാച്ച് ബിറ്റ്വീൻ ദ ബെനിഫിറ്റ് പ്ലാൻ ആൻഡ് ദ ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ്സ്, അത് പരസ്പരം മാച്ച് ചെയ്യുന്ന രീതിയിലായിരിക്കണം. അതായത് അവിടുത്തെ പ്രവർത്തന ലക്ഷ്യങ്ങള് അതെന്താണോ അതിന് അനുയോജ്യമായിട്ടുള്ള രീതിയിലായിരിക്കണം ഈ ബെനിഫിറ്റ്സ് പ്ലാനുകൾ തയ്യാറാക്കാൻ. These goals can be fulfilled by establishing operational objectives for the benefit plan and then creating such plan has capability of meeting these objectives. അപ്പൊ അത് എങ്ങനെയായിരിക്കണം? ബെനിഫിറ്റ് പ്ലാനുകൾ എങ്ങനെയായിരിക്കണം അത്? ഓക്കെ, These goals can, ഈ ഗോള്, ഈ ഒരു ലക്ഷ്യം, അതായത് നമ്മുടെ ബെനിഫിറ്റ് പ്ലാന് ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ്സ് അതും തമ്മിൽ മാച്ച് ആകുന്ന രീതിയിൽ തന്നെ ആയിരിക്കണം. ഇനി ഇവിടെ നോക്കിയേ, ദീസ് ഗോൾസ്, ഈ ഗോള്, ഈ ഒരു ലക്ഷ്യം നമുക്ക് എങ്ങനെ ഫുൾഫിൽ ചെയ്യാൻ പറ്റും? എസ്റ്റാബ്ലിഷിംഗ് ഓപ്പറേഷണൽ ഒബ്ജക്റ്റീവ്, പ്രവർത്തന ലക്ഷ്യങ്ങള് ഫോർ ദ ബെനിഫിറ്റ് പ്ലാനിന് വേണ്ടിയുള്ള ആ പ്രവർത്തന ലക്ഷ്യങ്ങള്, ആ പ്ലാനുകൾ എന്ന് പറയുന്നത് ഈ നമ്മുടെ ആ കമ്പനിയുടെ ഒബ്ജക്റ്റീവ്സ് അതിനെ മീറ്റ് ചെയ്യാൻ ആയിരിക്കാവുന്ന രീതിയിലുള്ള, അതിന് ക്യാപ്പബിൾ ആയിരിക്കണം, അതിന് കഴിവുള്ളതായിരിക്കണം, അതിനനുസരിച്ചായിരിക്കണം നമ്മൾ ആ ബെനിഫിറ്റ്സ് പ്ലാനുകൾ തയ്യാറാക്കാൻ. In certain cases, appropriate designing of this type of benefit planning means one-time decision making rather than a continuous developing process. എങ്ങനെയായിരിക്കണം അത്? ബെനിഫിറ്റ് പ്ലാനുകൾ എന്ന് പറയുന്നത് ഒറ്റ തവണ ആയിട്ട് നമ്മൾ പെട്ടെന്ന് ഒരു തവണയായിട്ട് തീരുമാനിക്കേണ്ട കാര്യമല്ല, ഒന്നല്ല, അതൊരു തുടർച്ചയായിട്ടുള്ള പ്രവർത്തനമാണ്. അണ്ടർലൈൻ ചെയ്ത് വെച്ചത്. In certain cases, the appropriate design of this benefit plan is seen as one-time decision making rather than continuous developing process. അപ്പൊ ശരിക്കും ബെനിഫിറ്റ് പ്ലാന് ഒറ്റ തവണയായിട്ട് അത് വൺ ടൈം ആയിട്ട് തീരുമാനിക്കേണ്ട ഒരു ഇതല്ല, അതൊരു തുടർച്ചയായിട്ടുള്ള പ്രവർത്തനമാണ്. അതായത് നമ്മൾ ഈ കമ്പനി ഇങ്ങനെ പ്ലാനുകൾ കൊടുക്കുമ്പോൾ അത് മുൻപ് എങ്ങനെയാണോ കാലങ്ങളില് അനുയോജ്യമായിട്ടുള്ള കാര്യങ്ങള് അവിടെ പറയും. ഇൻഫാക്ട് ബെനിഫിറ്റ് പ്ലാൻ വിച്ച് വെയർ സ്യൂട്ടബിൾ ഫോർ ദ വർക്ക് ഫോഴ്സ് ഫോർ previous years may not provide the same result for the present or future employee. ഇങ്ങനെയാണ് പറഞ്ഞേക്കണേ. നമുക്ക് അത് ഈ കാലങ്ങളില് അനുയോജ്യമായിട്ടുള്ള പ്ലാനുകള് നിലവില് അല്ലെങ്കിൽ ഇപ്പൊ ഉള്ള ഫ്യൂച്ചറിലുള്ള എംപ്ലോയിക്ക് അത് ഇതാവണമെന്നില്ല.
മനസ്സിലായോ? ഇപ്പൊ നമ്മള് കമ്പനി എന്തൊക്കെ പ്ലാനുകൾ, ബെനിഫിറ്റ്സ് പ്ലാനുകളാണ് കൊണ്ടുവരണ്ടേ എന്നുള്ളത് നമ്മൾ ഒറ്റ തവണയായിട്ട് സെറ്റ് ചെയ്യേണ്ടതല്ല. അത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് മാറ്റണം. അതായത് പണ്ട് കൊടുത്തിരുന്ന പ്ലാന് ബെനിഫിറ്റ്, എന്തൊക്കെ ബെനിഫിറ്റ് ആണ്, എന്തൊക്കെ പ്ലാനുകളാണ് എന്നുള്ളത് ഇപ്പത്തോ ഫ്യൂച്ചറിലെ ഭാവിയിലേക്കോ അതിപ്പോ നിലവിലുള്ളവർക്ക് ആപ്റ്റാവണമെന്നില്ല. മനസ്സിലാവണ്ടോ നിങ്ങൾ പറയണത്? അവർക്ക് ഭാവിയിലുള്ള ജീവനക്കാർക്ക് അത് എന്താ പറയാ, ഭാവിയിലേക്കും അല്ലെങ്കിൽ പ്രസന്റ് ആയിട്ടുള്ള എംപ്ലോയിക്കും ഇപ്പൊ നമ്മൾ എടുക്കുന്ന ആ ബെനിഫിറ്റ് പ്ലാന് ചിലപ്പോ സ്യൂട്ട് ആവണമെന്നില്ല. പണ്ട് അങ്ങനെയാണ്, പ്രീവിയസ് ഇയറിലുള്ള ബെനിഫിറ്റ് പ്ലാന് ഇപ്പൊ അത് അവർക്ക് സ്യൂട്ട് ആവണമെന്നില്ല. ഇനി there must be a proper administration of benefits and services by the organization, as there can be incident lawsuits and civil penalties for this organization which do not properly administer benefits and services. അതായത് നമുക്ക് പല നിയമപരമായിട്ടുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാക്കാം. നമ്മൾ ഈ ബെനിഫിറ്റ്സ്, സർവീസ് ഇത് കൃത്യമായിട്ട് നമ്മളത് എംപ്ലോയീസിന് വിതരണം ചെയ്തിട്ടില്ലെങ്കിൽ ആ സ്ഥാപനത്തിന് പല ലോസ്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ എന്താ? ലോസ്യൂട്ട്സ് അവർക്ക് പല കേസുകളും പല പിഴകളും, പെനാലിറ്റീസ്, അവർക്ക് പല പിഴകളും ഒക്കെ കമ്പനിക്ക് ചിലപ്പോ നേരിടേണ്ടി വന്നേക്കാം. അപ്പൊ അത് നമുക്ക് ഇത് കൈകാര്യം ചെയ്യാനായിട്ട് ഹിയറിംഗ് ബെനിഫിറ്റ്സ് അഡ്മിനിസ്ട്രേറ്റർ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ. അപ്പൊ അത് കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് ഒരു ബെനിഫിറ്റ് അഡ്മിനിസ്ട്രേറ്റർ ഓർ HR മാനേജറിനെ നമ്മൾ അവിടെ എന്ത് ചെയ്യണം? അതിന് അപ്പോയിന്റ് ചെയ്യണം. ആവശ്യമായി കൈകാര്യം ചെയ്യാൻ ഒരു ബെനിഫിറ്റ് അഡ്മിനിസ്ട്രേറ്റർ അല്ലെങ്കിൽ HR ഹ്യൂമൻ റിസോഴ്സ് മാനേജറിന് എന്ത് ചെയ്യണം? സ്ഥാപനത്തിന് നിയമിക്കാം. The activities of developing and managing the benefits for employee, ഈ എംപ്ലോയിക്കുള്ള ബെനിഫിറ്റ്സ് അത് വികസിപ്പിക്കുകയും അത് മാനേജ് ചെയ്യുന്നതും എന്താണ്? ബെനിഫിറ്റ് അഡ്മിനിസ്ട്രേറ്റർ ശ്രദ്ധിക്കേണ്ട. ആ ബെനിഫിറ്റ് അഡ്മിനിസ്ട്രേറ്ററിന്റെ കൈകൊണ്ടുള്ള കാര്യം, ബെനിഫിറ്റ് അഡ്മിനിസ്ട്രേറ്ററുടെ ചുമതലയാണ്. എന്തെല്ലാം ആനുകൂല്യങ്ങളാണ് അവർക്ക് കൊടുക്കേണ്ടത്, അല്ലെ, ലഭ്യമാക്കേണ്ടത്, എന്തൊക്കെ മാനദണ്ഡങ്ങളാണ് എന്നിവയെ കുറിച്ചൊക്കെ ആ എംപ്ലോയീസിനെ അവരെ ബോധ്യപ്പെടുത്തുന്നു. എന്താ അവർക്ക് എംപ്ലോയീസുമായിട്ട് കറക്റ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു അവര്, ബെനിഫിറ്റ് അഡ്മിനിസ്ട്രേറ്റർ. അപ്പൊ ഈ ബെനിഫിറ്റ്സിനെ കൈകാര്യം ചെയ്യുക, അത് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് ബെനിഫിറ്റ് അഡ്മിനിസ്ട്രേറ്റർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് പ്രോപ്പറായിട്ടുള്ള ആ നിയമം അനുസരിച്ചൊക്കെ നമുക്ക് എംപ്ലോയിക്ക് ഉള്ള ബെനിഫിറ്റ് പ്ലാൻ കൊടുക്കാനായിട്ട് നമുക്കൊരു ബെനിഫിറ്റ് അഡ്മിനിസ്ട്രേറ്ററെ അല്ലെങ്കിൽ HR മാനേജറിനെ നമുക്ക് അത് നിയമിക്കുന്നത് ഒരു ചെലവ് കുറഞ്ഞ ഒരു മാർഗമാണെന്ന്. അപ്പൊ അതിന് ഇതായിട്ട് ഒരു അഡ്മിനിസ്ട്രേറ്ററിനെ നമുക്ക് നിയമിക്കാം. ഓക്കെ, ബാക്കിയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. ജസ്റ്റ് ഇതൊക്കെ നിങ്ങളൊന്ന് വായിച്ചു വെച്ചാൽ മതി. ഇതിപ്പോ ഫുള്ളൊന്നും പരിഹാട്ട് ചെയ്ത് പഠിക്കല് നടക്കൂല. ഈ ഒരു നമ്മൾ ഇതിൽ നിന്ന് വരുന്ന മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾ നോക്കാം, ടെക്സ്റ്റും ഒന്ന് വായിച്ചു വെച്ചേക്കാം കേട്ടോ. കുറച്ച് ബെനിഫിറ്റ്സും കാര്യങ്ങളും ഒക്കെയാണ്, നമ്മളൊരു കഥ പോലെയൊക്കെ ഒന്ന് കേട്ടിരിക്കേണ്ട ഇതാണ് കേട്ടോ. ഇമ്പോർട്ടൻറ്റ് സെക്ഷൻസ് നമ്മൾ അണ്ടർലൈൻ ചെയ്ത് തരാം, അതനുസരിച്ച് നോക്കാം കേട്ടോ. ഓക്കെ, ഷെറിൻകുട്ടി ഇവിടെ ഇട്ടേണ്ട. ഓക്കെ, ടേക്ക് കെയർ. പക്ഷെ എനിക്ക് നിങ്ങൾക്ക് ക്ലാസ് പോയാലായിരുന്നു എനിക്കൊരു എന്താ പറയാ വിഷമം. നമ്മൾ ഇതുവരെ അങ്ങനെ ലീവ് ഒന്നും എടുത്തിട്ട് ക്ലാസ് ഒന്നും മിസ്സായിട്ടില്ല. എനിക്ക് അവിടെ കിടന്നിട്ട് ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല. പിന്നെ ഓക്കെ, മാനേജ് ചെയ്ത് വരുന്നുണ്ട്. ക്ലാസ്സുകളൊക്കെ ആണെങ്കിലേ നമുക്ക് ഒരുപാട് ഒരാഴ്ചയോളം ലീവ് എടുക്കേണ്ടി വന്നല്ലോ. ഇപ്പൊ പ്രശ്നമൊന്നുമില്ല. മെഡിസിൻസ് കഴിക്കണ്ട്, 5 ദിവസത്തേക്കും കൂടി ടാബ്ലറ്റ്സ് കഴിക്കണ്ട്. കുഴപ്പമൊന്നുമില്ല പിള്ളേരെ. നിങ്ങളുടെ പ്രാർത്ഥനയൊക്കെ ഉണ്ടല്ലോ കൂടെ. അപ്പൊ ഞാൻ ക്ലാസ്സിന് പറഞ്ഞു, നമ്മള് എന്താ പറയാ, നിങ്ങളുടെ ഒരു പ്രാർത്ഥനയും കൂടി ആയിരിക്കാം ഈ ഒരു ഇത്രയും ഒരു ഇതിലേക്ക് എത്തിപ്പെട്ടല്ലോ. എല്ലാവരും മക്കളും ഹസ്ബൻഡും ഒക്കെ മൊത്തം പേടിച്ചു പോയി. പെട്ടെന്ന് ക്രിട്ടിക്കലാണ്, ICUലേക്ക് ഷിഫ്റ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞപ്പോഴേ അത് ഇത്ര കോംപ്ലിക്കേറ്റഡ് ആയി പോയിന്ന് മാത്രം. അപ്പൊ ഒരു കാര്യം കൂടി പറയട്ടെ, ടാബ്ലറ്റ്സും കാര്യങ്ങളും ഒക്കെ കഴിക്കുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇതുവരെയൊക്കെ വേറെ അലർജിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ലായിരുന്നു. ഫസ്റ്റ് ടൈമാണിത്. പക്ഷെ അത് ഇത്ര ഇതായി പോയത് മാത്രം. ഒരു ഗ്യാസിന്റെ ഒരു ടാബ്ലറ്റ് ആണ് ഒമിക്കാൻ 20 എന്ന് പറഞ്ഞ ടാബ്ലറ്റ്സ് കഴിച്ച് ഭക്ഷണം കഴിച്ച്
കഴിഞ്ഞപ്പോ തന്നെ മിസ് എന്താ പറയാ എനിക്ക് എന്തോ തലയ്ക്ക് എന്തോ ഒരു ഇതുപോലെ തോന്നി, ഒരു 5 മിനിറ്റ് കിടക്കണമെന്ന് തോന്നി. കിടന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് 2 കൈയും ഫുള്ള് ചൊറിച്ചിലായി. അത് കഴിഞ്ഞ് പിന്നെ എണീറ്റപ്പോഴത്തേക്ക് എനിക്ക് ഇരിക്കാൻ പറ്റില്ല. പിന്നെ അപ്പത്തേക്കും എന്താ പറയാ അൺകോൺഷ്യസ് ആയി, ബോധം പോയി അവിടെ. പിന്നെ പെട്ടെന്ന് ഒമിറ്റ് ചെയ്തു. ഇതൊന്നും ഞാൻ അറിഞ്ഞില്ല. വേഗം വണ്ടി എടുത്തിട്ട് ഹോസ്പിറ്റലിൽ കാണിച്ച്, അവിടെ തന്നെ കാണിച്ച് കഴിഞ്ഞപ്പോ അവരൊരു അലർജിയുടെ ഇഞ്ചക്ഷൻ ആദ്യം തന്നു. ആ ഇഞ്ചക്ഷൻ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് മേല് ഫുള്ള് ചൊറിച്ചിലാവുകയും ചെയ്തു. പിന്നെ എന്താ പറയാ കൈയും കാലും വയറും ഒക്കെ വേദനയായി. പിന്നെ വേറെ ഹോസ്പിറ്റലിലേക്ക് അവര് പറഞ്ഞു ഷിഫ്റ്റ് ചെയ്തോളാൻ പറഞ്ഞു. എന്നിട്ട് പിന്നെ വേറെ ഹോസ്പിറ്റലിൽ പോയി എമർജൻസി കാണിച്ചപ്പോ തന്നെ ICUയിൽ അടക്കം ഡോക്ടേഴ്സ് 4 ഡോക്ടേഴ്സ് വേഗം വന്ന് 4 ഇഞ്ചക്ഷൻ പെട്ടെന്ന് തന്നെ 2 കൈകളുമായിട്ട് വേഗം ഇഞ്ചക്ഷൻ എടുത്തപ്പോൾ എനിക്ക് ചെറിയൊരു ആശ്വാസം പോലെ തോന്നി. എനിക്ക് കുറച്ച് ആ വലിയ പെയിൻ അങ്ങോട്ട് കുറഞ്ഞു. അപ്പൊ BP പെട്ടെന്ന് കുറവായി, ലോ ആയി പോയി. ഓക്സിജന്റെ ലെവല് പെട്ടെന്ന് കുറഞ്ഞു. അപ്പൊ തന്നെ ഹസ്ബൻഡിനോട് പറഞ്ഞു ഇച്ചിരി ക്രിട്ടിക്കലാണ്, ഞങ്ങൾ ICUയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാട്ടോ എന്ന് പറഞ്ഞു. 2 ദിവസം മിസ് ICU തന്നെയായിരുന്നു. ഫുള്ള് ട്രിപ്പും ഇഞ്ചക്ഷനും തന്നെയായിരുന്നു. അവർ പറഞ്ഞു ഇനിയിപ്പോ ആ ബ്ലഡിലേക്കുള്ള ഇൻഫെക്ഷൻ ഇതൊക്കെ പതുക്കെ മാറണം, ടാബ്ലറ്റ്സ് പിന്നെ ഇഞ്ചക്ഷൻ തന്നെയായിരുന്നു ഡിസ്ചാർജ് ചെയ്ത് വന്നവരേക്കും. ഇപ്പൊ ഒരു ടാബ്ലറ്റേ ഉള്ളൂ, അലർജിയുടെ ഒരു ടാബ്ലറ്റ് മാത്രമേ ഉള്ളൂ. പിന്നെ വെള്ളം കുടിക്കാൻ പറഞ്ഞിട്ടുണ്ട്, നന്നായിട്ട് വെള്ളമൊക്കെ കുടിച്ച് ബോഡിയിൽ നിന്ന് ഇതൊക്കെ പോകണം എന്നാ പറഞ്ഞിട്ട്. ഓക്കെ, എന്തായാലും കുഴപ്പമൊന്നും ഇല്ലാതിരിക്കുന്നു കേട്ടോ. ഓക്കെ, താങ്ക് യു. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. മിസ് ഇത് കുറച്ചേ എടുത്തുള്ളൂ കേട്ടോ. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ.